അമ്പലപ്പുഴ എം.എൽ.എ. ജി സുധാകരനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കടുത്ത നീക്കവുമായി സിപിഐഎമ്മും ഡിവൈഎഫ്ഐയും സുധാകരന്റെ പൊളിറ്റിക്കൽ ക്രിമിനൽ പരാമർശത്തെ നിയമപരമായി നേരിടുമെന്ന് വ്യക്തമാക്കി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. വർഗവഞ്ചകനായ ജി സുധാകരനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യണമെന്ന് ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സമ്മേളന പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. 2021 പാർട്ടി അനുമതിയില്ലാതെ പണപ്പിരിവ് നടത്തിയ സുധാകരൻ പിരിച്ചുപണത്തിന്റെ കണക്ക് വ്യക്തമാക്കാൻ മുൻ എം.എൽ.എ. എച്ച് സലാം വെല്ലുവിളിച്ചു. ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വർഗവഞ്ചകനെന്ന് ചേർത്താണ് ജി സുധാകരനെ പ്രതിനിധികൾ അഭിസംബോധന ചെയ്തത്. പാർട്ടിയുടെ അടിവേരർക്കാൻ തുനിഞ്ഞിറങ്ങിയ ജി സുധാകരനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതിൽ ഡിവൈഎഫ്ഐക്കും വീഴ്ച പറ്റിയെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയെ നിരന്തരം അധിക്ഷേപിക്കുന്നത് നോക്കി നിൽക്കാനാകില്ലെന്നും സുധാകരനെ കൈകാര്യം ചെയ്യണമെന്നും ഒന്നിലധികം പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ വിചാരിച്ചാൽ ജി സുധാകരന് മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പോലും പങ്കെടുക്കാനാവില്ലെന്നും ഭീഷണി. 2021 ജി സുധാകരനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വീണ്ടും ശക്തമായി ഉയർത്തുകയാണ് എച്ച് സലാം. സലാം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അനുമതിയില്ലാതെ സുധാകരൻ പണപ്പിരിവ് നടത്തിയെന്നും പാർട്ടിക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ പണം പിരിച്ചുവെന്നും ആരോപണം. അദ്ദേഹം പണം പിരിച്ചു എന്ന കാര്യം ജി സുധാകരൻ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. പറഞ്ഞ കണക്കെല്ലാം വ്യത്യസ്തമാണ്. കൃത്യമായ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റിക്ക് നൽകിയ പണം 7.5 ലക്ഷം രൂപയാണ് ആകെ. പൊളിറ്റിക്കൽ ക്രിമിനൽ പരാമർശം ആലപ്പുഴ ജില്ലയിലെ സിപിഐഎം നേതാക്കൾക്കെതിരെ തുടർച്ചയായി ജി സുധാകരൻ ഉന്നയിക്കുന്നു. ഇന്നലെയാണ് ആലപ്പുഴ നഗരസഭയിലെ LDF കക്ഷി നേതാവായ VG വിഷ്ണു ഇക്കാര്യത്തിൽ ജി സുധാകരന് വക്കീൽ നോട്ടീസ് അയച്ചത്. കൂടുതൽ നേതാക്കൾ ജി സുധാകരനെ നിയമപരമായി നേരിടാനൊരുങ്ങുകയാണ്. 2021 തെരഞ്ഞെടുപ്പ് പിരിവായി 7.5 ലക്ഷം രൂപയാണ് ജി സുധാകരൻ പാർട്ടിയെ ഏൽപ്പിച്ചതെന്ന് സലാം. 17 ലക്ഷം രൂപ താൻ ഏൽപ്പിച്ചിരുന്നുവെന്നും എന്നാൽ 7 ലക്ഷം രൂപ മാത്രമാണ് പാർട്ടി പ്രവർത്തകർ രേഖയിൽ കാണിച്ചിട്ടുള്ളതെന്നുമാണ് ജി സുധാകരന്റെ മറുപടി. വരുന്ന ദിവസങ്ങളിൽ തർക്കം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ന്യൂസ് മലയാളം, ആലപ്പുഴ.